സ്പെഷ്യൽ തൈര് സാദവും മസാല വടയും ഉണ്ടാക്കാം. എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു 1.5 കപ്പ് പരിപ്പ്, കടലപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വാർന്ന് എടുത്ത് വെച്ചതാണ്. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ചുവന്നമുളക് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഒരു 2 മുളക്, മല്ലിയില നന്നായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും പിന്നെ ജീരകത്തിന്റെ ഇലയും കൂടി നന്നായിട്ട് അരിഞ്ഞതാണിത്. കറി വെക്കുന്ന ജീരകത്തിന്റെ ഇലയാണ്. അപ്പോൾ ജീരകം പാകിയാൽ നമുക്കിത് കിട്ടും. അതില്ലെങ്കിൽ ചേർക്കണ്ട. ജീരകവും പെരുംജീരകവും ഒരു 2 നുള്ളു വെച്ച്, ഒരു ചെറിയ 2 കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പൂ, 5 കുരുമുളക്, 3 നല്ല വലിയ എരിവുള്ള പച്ചമുളക്, 1 ഇഞ്ച് ഇഞ്ചി, 4 വെളുത്തുള്ളി. അപ്പോൾ നമുക്കിത് അരയ്ക്കാനായിട്ട് തുടങ്ങാം. ആദ്യമായിട്ട് ഞാനിത് ഈ മസാലകളെല്ലാം കൂടി ഇട്ട് ഒന്ന് അരയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളമില്ലാതെ. ഇതിപ്പോൾ അരച്ച് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഈ പരിപ്പും കൂടി ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 അധിക ചേരുവ വേണം. 1.5 ടേബിൾ സ്പൂൺ കുറച്ച്, 1 സവോള നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുത്തത് എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് കുഴച്ച് തിരുമ്മി കുഴച്ചെടുക്കാം. ഇതിനൊന്നിനും വെള്ളം ചേർക്കണ്ട. നമ്മുടെ കുഴച്ച് തയ്യാറായിട്ടുണ്ട്. ചെറിയ ഉരുളകളാക്കിയതാ ഇത്രയും നമുക്ക് ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇപ്പം നമുക്കൊരു 1.5 കപ്പ് പരിപ്പിൽ നിന്ന് ഒരു 18 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ ബോളായിട്ട് നമുക്ക് എടുത്ത് പരത്തി ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് വറക്കാൻ എളുപ്പത്തിന്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഹൈയിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വറുത്ത് എടുക്കാം. തിരിച്ചു മറിച്ച് വെക്കാം. നല്ല ഗോൾഡൻ കളറാക്കി. ഇതിൽ കുറച്ചൊരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ വരുന്ന ഇതിൻ്റെ ഇലകൾ കൂടുതലുള്ളതുകൊണ്ടാണ്. നമ്മുടെ അടിപൊളി മസാല വട റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കണമെങ്കിൽ അത് നല്ലതാണ്. പിന്നെ നമ്മുടെ തൈര് സാദം അതിൻ്റെ കൂടെ ഇവൻ ഒരു സൂപ്പർ ആളാണ്. നമുക്ക് വേഗം ഇനി തൈര് സാദത്തിലോട്ട് പോവാം. സ്പെഷ്യൽ തൈര് സാദം കേർഡ് റൈസ് ഉണ്ടാക്കി എടുക്കാം. എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഒരു 1/2 ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു കൈ നിറയെ മല്ലിയില, പിന്നെ ഒരു വെള്ളരിക്ക ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഇംഗ്ലീഷ് കുക്കുംബർ ഏതായാലും കുഴപ്പമില്ല. പൊമഗ്രനേറ്റ്, പിന്നെ ക്യാരറ്റ്, സവോള, പിന്നെ നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ട് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 3 അല്ലെങ്കിൽ 4 കുരുമുളക്, ഇതിനുള്ളിൽ കിടപ്പുണ്ട് 4 കുരുമുളക് ഇവിടെ ഉണ്ട്, 1 ഉണക്കമുളക്, കുറച്ച് കായം, ആവശ്യത്തിനുള്ള ഉപ്പ്, തൈര്, ചോറ്. നമ്മൾ ഈ ചോറിൽ കുറച്ച് പാലും ഉപ്പും ചേർത്തിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന വെള്ളച്ചോറാണ്. നന്നായിട്ട് വേവിച്ചു വെച്ചത്. ഇപ്പം നമ്മൾ ചോറുണ്ണാൻ ഒരു 2 വിസിലാണ് എടുക്കുന്നതെങ്കിൽ ഇതിനൊരു 3 വിസിലെടുക്കണം. 1 ടേബിൾ സ്പൂൺ പാലും ആവശ്യത്തിന് ഉപ്പും. പിന്നെ നിങ്ങൾക്ക് ഉപ്പധികം കഴിക്കില്ലാത്തവരാണെങ്കിൽ ഉപ്പ് ചേർക്കാണ്ട് പാല് മാത്രം ഇട്ട് അടിച്ചാലും മതി. തൈര് നമ്മൾ തൈര് സാദത്തിന് എടുക്കുന്നത് 1 ഗ്ലാസ് തൈരിന് 1 ഗ്ലാസ് പാല് ചേർക്കണം. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 2 ഗ്ലാസ് പാല് ചേർക്കണം. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത് പുളിക്കാതെ ഇരിക്കും. തൈര് സാദത്തിന് വളരെ കുറച്ച് പുളിയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള നെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നെയ്യ് ഒഴിച്ചു. നിങ്ങൾക്ക് എണ്ണയാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ, വെളിച്ചെണ്ണ. നെയ്യ് വേണമെന്നൊന്നുമില്ല. ഇതിലേക്ക് നമ്മുടെ കടുക് വറുക്കാനുള്ളതല്ല, അങ്ങനെ കറിവേപ്പില, മുളക്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, ഒരൽപ്പം. ബാക്കി നമ്മൾ വെച്ചിട്ട് ഇത് ഇത്രയും സാധനമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇതിൻ്റെ കൂടെ ഒരു സവോള, പിന്നെ പച്ചക്കറി, മാതളനാരങ്ങയൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചേർത്താൽ മതി. നമുക്ക് ഈ ചോറിലേക്ക് തൈരും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി തയ്യാറാക്കി വെക്കാം. ഇപ്പം നമ്മുടെ കടുക് വറുത്ത് തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓഫ് ചെയ്ത് കുറച്ച് കായവും കൂടി ചേർക്കാം. അതിലേക്ക് നമ്മുടെ സവോളയും മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി ചോറ് അതിലേക്ക് നമുക്ക് ഇടാം. നമ്മുടെ ഗ്യാസ് ഓഫാണ്. ഗ്യാസ് ഓൺ ചെയ്തുകൊണ്ട് ചെയ്യരുത്. ഞാൻ കായ ഇടുന്നതിന് മുമ്പേ ഓഫ് ചെയ്തായിരുന്നു. ഇനി ഇതിലേക്ക് ബാക്കി എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇളക്കാം. യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം നിങ്ങൾ. ഒക്കെയായിരുന്നു. എൻ്റെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ കേർഡ് റൈസും മസാല വടയും ചട്നിയും തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.
ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്